പ്രൊഫസർ കെ.വി. തോമസിനെ കെ.പി.സി.സി പ്രസിഡന്റായി നിയമിക്കാൻ ഹൈക്കമാൻഡിൽ തിരക്കിട്ട നീക്കം. ക്രൈസ്തവ സഭകളും കെ.എം. മാണിയും ബി.ജെ.പിയോട് ചായ്വ് കാട്ടുന്നുവെന്ന ആശങ്ക കണക്കിലെടുത്താണ് പ്രൊഫസർ കെ.വി. തോമസിനെ കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ ഹൈക്കമാൻഡ് തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നത്. അതേസമയം ഹൈക്കമാൻഡിന്റെ ഈ നീക്കത്തിനെതിരെ എതിർപ്പുമായി ഐ ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് പുതിയയാളെ നിയോഗിക്കുന്നതിനുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൽ തകൃതിയാവുകയാണ്. എ ഗ്രൂപ്പ് നായകനായ ഉമ്മൻചാണ്ടിയെ കെ.പി.സി.സി പ്രസിഡന്റ് ആക്കണമെന്നതാണ് എ.ഐ.സി.സി നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ താൻ അധ്യക്ഷ പദവി ഏറ്റെടുക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ച് കേന്ദ്ര നേതൃത്വത്തോട് വ്യക്തമാക്കിയതോടെ ഹൈക്കമാൻഡ് വെട്ടിലാവുകയായിരുന്നു. തുടർന്ന് ഐ ഗ്രൂപ്പ് പ്രതിനിധിയായ കെ മുരളീധരനോട് ഹൈക്കമാൻഡ് ഈ വിഷയം സംബന്ധിച്ച ചർച്ച നടത്തിയെങ്കിലും കെ മുരളീധരനും തന്റെ പ്രതികൂല തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ച് തലയൂരി. ഈ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് കെ.വി. തോമസിനെ പരിഗണിച്ചാലോ എന്ന തിരക്കിട്ട നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പദവി ഭൂരിപക്ഷ സമുദായ അംഗത്തിന് നൽകിയ പശ്ചാത്തലത്തിൽ കെ.പി.സി.സി പ്രസിഡന്റ് സ്ഥാനം ന്യൂനപക്ഷ സമുദായത്തിന് നൽകണം എന്നതാണ് അടക്കമുള്ള എ ഗ്രൂപ്പ് നേതാക്കളുടെ ആവശ്യം. പക്ഷേ ഇതിനോട് രമേശ് ചെന്നിത്തലയും കൂട്ടരും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അധ്യക്ഷ പദവി എ ഗ്രൂപ്പിന് തന്നെ കൊടുക്കണമെന്ന നിർദ്ദേശം ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡിന് നൽകിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ശേഷം പൊതുവെ ക്രൈസ്തവ സഭകൾ കോൺഗ്രസിൽ നിന്ന് അകലം പാലിച്ചിരിക്കുകയാണ്. ക്രൈസ്തവ സഭകളും കെ.എം. മാണിയും ബി.ജെ.പിയോട് ആഭിമുഖ്യം കാട്ടി അവർക്കൊപ്പം നീങ്ങുമോ എന്ന ആശങ്കയ്ക്കും ഹൈക്കമാൻഡിൽ വിരാമമായിട്ടില്ല. ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ കെ.വി. തോമസിനെ കൊണ്ടുവന്ന് കോൺഗ്രസ് ശക്തിപ്പെടുത്താമെന്നാണ് എ.ഐ.സി.സി കരുക്കൾ നീക്കുന്നത്. കെ.പി.സി.സി അധ്യക്ഷ പദവിയിലേക്ക് ആദ്യം പറഞ്ഞുകേട്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, വി.ഡി. സതീശൻ, പി.ടി. തോമസ്, ടി.എൻ. പ്രതാപൻ എന്നിവരുടെ പേരുകൾ ഇപ്പോൾ ചിത്രത്തിലേയില്ല. എന്നാൽ കെ. സുധാകരനെ കേന്ദ്രം അവഗണിച്ചിട്ടുമില്ല. കെ.വി. തോമസ് ആണെങ്കിൽ ഐ ഗ്രൂപ്പ് കടുംപിടുത്തം ഉപേക്ഷിക്കുമെന്ന ചിന്തയും ഹൈക്കമാൻഡിനുണ്ട്. കെ.വി. തോമസിന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും എ.ഐ.സി.സി ആശയവിനിമയം നടത്തി. കെ.വി. തോമസിനെ പ്രസിഡന്റാക്കുന്നതിൽ വി.എം. സുധീരന് സമ്മതമാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ നാളെ മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക്. റേഷൻ കാർഡ് നടത്തിപ്പുകാർക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടാണ് സമരം. ഭക്ഷ്യഭദ്രതാ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുന്നതുവരെ കടകളടച്ച് സ്റ്റോക്ക് ബഹിഷ്കരിക്കാൻ തൃശൂരിൽ ചേർന്ന റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃയോഗത്തിൽ തീരുമാനമെടുത്തു. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതോടെ റേഷൻ വ്യാപാരികളുടെ പ്രതിഫലം കമ്മീഷനായി നൽകുന്ന രീതിയിലേക്ക് മാറി. ഇതോടെ കട നടത്തിപ്പുകാർ വരുമാനം കുത്തനെ ഇടിഞ്ഞ് പ്രതിസന്ധിയിലേക്ക് നീങ്ങിയെന്നാണ് ആരോപണം. ജീവിക്കാൻ ആവശ്യമായ വേതനം സർക്കാർ പ്രഖ്യാപിക്കണമെന്നും റേഷൻ കടകളുടെ എണ്ണം വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വ്യാപാരികൾ സമരത്തിലേക്ക് നീങ്ങുന്നത്. മെയ് 1 മുതൽ സംസ്ഥാനത്തെ 14,000 റേഷൻ കടകൾ അടച്ചിട്ട സ്റ്റോക്ക് ബഹിഷ്കരിക്കും. റേഷൻ വ്യാപാരികളുടെ മിതവും ന്യായവുമായ ആവശ്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഞങ്ങൾ 1-ാം തീയതി മുതൽ കടയടച്ചിടാനും 2-ാം തീയതി തിരുവനന്തപുരത്ത് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ ഉപവാസ സമരം ഞങ്ങൾ ആരംഭിക്കും. നവംബർ മുതൽ മാർച്ച് വരെ അനുവദിക്കപ്പെട്ട ഇടക്കാല ആശ്വാസം നടപ്പായിട്ടില്ലെന്നും കടകളിൽ തൂക്കം ബോധ്യപ്പെടുത്തി സാധനങ്ങൾ എത്തിച്ചു നൽകുന്ന സമ്പ്രദായം നടപ്പായിട്ടില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു. നിയമത്തിലെ അപാകതകൾ പരിഹരിക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതുവരെ സമരം തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സെൻകുമാർ വിഷയത്തിൽ സുപ്രീം കോടതി വിധി അന്തിമമാണെന്നും ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോടതി വിധിയുടെ തൊട്ടടുത്ത ദിവസം നടപടി പ്രതീക്ഷിച്ചവരാണ് കാലതാമസം ആക്ഷേപിക്കുന്നതെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. അല്ല, അത് സുപ്രീം കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക തന്നെ ചെയ്യും. അതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അതിലൊരു ഡിലേ വരുന്നുണ്ടെന്നൊരു ആക്ഷേപമുണ്ട്. അതാർക്കാണ് ആക്ഷേപം? അത് സംബന്ധിച്ച് അതൊക്കെ ഒരു ദിവസം വിധി വന്ന് പിറ്റേ ദിവസം തന്നെ നടപ്പാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അൽഖ്വയ്ദയിൽ ചേർന്ന മലയാളി കൊല്ലപ്പെട്ടതായി സൂചന. പാലക്കാട് പുതുപരിയാരം സ്വദേശി അബു താഹിറാണ് സിറിയയിൽ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. ഇതിന്റെ ആധികാരികത തേടുകയാണ് പോലീസ്. ഈ മാസം 4-ന് സിറിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ പാലക്കാട് സ്വദേശി അബു താഹിർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ഖത്തറിലുള്ള ഇയാളുടെ ബന്ധുവിനാണ് സന്ദേശം ലഭിച്ചത്. അബു താഹിർ കൊല്ലപ്പെട്ടെന്നും ഖബറടക്കം കഴിഞ്ഞുവെന്നുമായിരുന്നു സന്ദേശം. വിവരം കൈമാറിയ നമ്പറിലേക്ക് ഇനി ബന്ധപ്പെടുന്ന മുന്നറിയിപ്പും സന്ദേശത്തിലുള്ളതായി സൂചനയുണ്ട്. അൽഖ്വയ്ദയുടെ പോഷക സംഘടനയായ ജംഹത്ത് നസ്രയിലെ അംഗമായിരുന്നു അബു താഹിർ. ഇക്കാര്യം ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി സ്ഥിരീകരിച്ചിരുന്നു. 2013-ലാണ് ജോലിക്കായി അബു താഹിർ ഖത്തറിലേക്ക് പോയത്. ജോലി ചെയ്യവേ ഉംറയ്ക്ക് പോകുന്നുവെന്നാണ് കുടുംബത്തിന് ലഭിച്ച അവസാന സന്ദേശം. കഴിഞ്ഞ 3 വർഷമായി കുടുംബാംഗങ്ങളുമായി അബു താഹിറിന് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മരണവിവരം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മെയ് ദിനത്തിന്റെ സന്ദേശവും ചരിത്രവും മുദ്രാവാക്യവും വളച്ചൊടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യത്തെയാണ് മെയ് ദിനം ഓർമ്മിപ്പിക്കുന്നതെന്ന് മോദിയുടെ പ്രസംഗം. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്ന മുദ്രാവാക്യം മാവോവാദത്തിന്റേതെന്നും മോദി ദുർവ്യാഖ്യാനിക്കുന്നു. റേഡിയോ പ്രസംഗത്തിൽ മെയ് ദിനത്തെ പരാമർശിച്ചിട്ടും അതിന്റെ ചരിത്രത്തെക്കുറിച്ച് മോദി ഒന്നും പറഞ്ഞില്ല. പകരം അധ്വാനത്തിന്റെ പ്രാധാന്യത്തെയാണ് മെയ് ദിനം ഓർമ്മിപ്പിക്കുന്നത് എന്ന വിചിത്രമായ വ്യാഖ്യാനം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. काय कवे कैलाश, उसका अर्थ होता है आप अपने परिश्रम से ही भगवान शिव के घर कैलाश की प्राप्ति कर सकते हैं, यानी कि कर्म करने से ही स्वर्ग की प्राप्ति होती है. 1886 ചിക്കാഗോയിലെ ഹേ മാർക്കറ്റിൽ റാലി നടത്തിയ തൊഴിലാളികളെ പട്ടാളം വെടിവെച്ച് കൂട്ടക്കൊല ചെയ്തതിന്റെ ഓർമ്മയാണ് മെയ് ദിനം. മുതലാളിത്തത്തിന്റെ കണ്ണിൽ ചോരില്ലാത്ത തൊഴിൽ ചൂഷണത്തിനെതിരെ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് ചിക്കാഗോയിലെ ആദിമ തൊഴിലാളി രക്തസാക്ഷികൾ ചരിത്രമായത്. അവരെ ലോക തൊഴിലാളി വർഗം അനുസ്മരിക്കുന്ന ദിവസത്തിന് തൊട്ടുമുമ്പുള്ള മണിക്കൂറുകളിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കഠിനാധ്വാനമാണ് മെയ് ദിനത്തിന്റെ സന്ദേശം എന്ന തീവ്ര മുതലാളിത്ത വാദമുയർത്തിയത്. ഒപ്പം സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുക എന്ന മുദ്രാവാക്യം മാവോവാദത്തിൽ നിന്നു വന്നതാണെന്ന ദുസൂചനയും മോദി മുന്നോട്ടുവച്ചു. भारतीय मजदूर संघ के जनक और चिंतक, जिन्होंने श्रमिकों के लिए बहुत चिंतन किया, ऐसे श्रीमान दत्तोपंत जी ठेंगड़ी कहा करते थे, एक तरफ माओवाद से प्रेरित की विचार थी कि दुनिया के मजदूर एक हो जाओ, और दत्तोपंत ठेंगड़ी कहते थे मजदूरों आओ दुनिया को एक करें. एक तरफ कहा जाता था वर्कर्स ऑफ द वर्ल्ड यूनाइट. കാൾമാക്സും ഏംഗൽസും ചേർന്നെഴുതിയ ഐതിഹാസികമായ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ വിഖ്യാതമായ അന്തിമാഹ്വാനമാണ് മാവോയിസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് മോദി ചിത്രീകരിച്ചത്. മാനിഫെസ്റ്റോ പുറത്തിറങ്ങി ഒരു പതിറ്റാണ്ടോളം കഴിഞ്ഞാണ് മാവോ ജനിച്ചത് തന്നെ. മാവോയിസ്റ്റുകളുടെ പ്രവർത്തനങ്ങൾ സജീവമായ ഇന്ത്യയിലെ സാഹചര്യത്തിൽ മാവോയിസം എന്നാൽ ഭീകരവാദം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കുക. ഈ അവസ്ഥ കൌശലകരമായി ദുരുപയോഗിക്കുന്ന പരാമർശമാണ് പ്രധാനമന്ത്രി മോദി നടത്തിയത്. ന്യൂസ് ഡെസ്ക്. തൃശൂർ പൂരം വെടിക്കെട്ട് അനുമതിയുടെ കാര്യത്തിൽ നാളെ തീരുമാനമായേക്കും. പരമ്പരാഗത രീതിയിലുള്ള വെടിക്കെട്ടിന് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വങ്ങൾ. തൃശൂർ പൂരം വെടിക്കെട്ടിന് കേന്ദ്ര എക്സ്പ്ലോസീവ് വിഭാഗം നൽകേണ്ട അനുമതി വൈകുന്നതിൽ വലിയ ആശങ്കയാണ് നിലനിന്നിരുന്നത്. എന്നാൽ മന്ത്രി വി.എസ്. സുനിൽകുമാറും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ ചർച്ചയിൽ നാളെ തീരുമാനമുണ്ടായേക്കും എന്നാണ് സൂചന ലഭിച്ചത്. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. രണ്ട് മന്ത്രിമാരും അതുപോലെ തന്നെ രണ്ട് സർക്കാരുകളും ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാമെന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പുമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉറപ്പ് നാളെ ഒരു ഉത്തരവായിട്ട് വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭംഗിയോടുകൂടി പൂരം നടക്കും. അനുമതി ലഭിച്ചില്ലെങ്കിൽ ഭാവി കാര്യങ്ങൾ പാറമേക്കാവും തിരുവമ്പാടിയും ചേർന്ന് തീരുമാനിക്കും. വെടിക്കെട്ടിനുള്ള അനുമതി വൈകുന്നതിൽ പ്രതിഷേധിച്ച കൊടിയേറ്റത്തിന്റെ ആഘോഷങ്ങൾ പാറമേക്കാവ് വിഭാഗം ഒഴിവാക്കിയിരുന്നു. ഗുണ്ട്, അമിട്ട്, കുഴിമിന്നൽ തുടങ്ങിയവ ഉപയോഗിക്കുന്നതിനാണ് അനുമതി ലഭിക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുതിർന്ന CPI നേതാവും മുൻ MLAയുമായ പള്ളിപ്രം ബാലൻ അന്തരിച്ചു. ബാലസംഘം യൂണിറ്റ് സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച പള്ളിപ്രം ബാലൻ AIYF താലൂക്ക് സെക്രട്ടറിയായിരുന്നു. ദീർഘകാലം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ചു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. BKMU സംസ്ഥാന പ്രസിഡന്റ്, ട്രഷറർ, ഐപ്സോ കേരള ആദിവാസി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. 1987 ഹോസ്ദുർഗിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടു. 2006 അവിടെ നിന്ന് തന്നെ മത്സരിച്ച നിയമസഭാംഗമായി. കോഴിക്കോട് കുറ്റ്യാടി വേളത്ത് പോലീസിനെ ആക്രമിച്ച കേസിൽ 10 മുസ്ലിം ലീഗ് പ്രവർത്തകർ അറസ്റ്റിൽ. കണ്ടാലറിയാവുന്ന 70ഓളം പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇന്നലെ വൈകിട്ടാണ് ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. കുറ്റ്യാടി വേളം പൂമുഖത്ത് ഇന്നലെ വൈകിട്ടാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലീസിനെ ആക്രമിച്ചത്. SDPI വാഹനജാഥ തടയുന്നതിന്റെ മറവിലായിരുന്നു ലീഗ് ആക്രമണം. കുറ്റ്യാടി SI ശ്രീജിത്ത് ഉൾപ്പെടെ 13 പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. KAP ബറ്റാലിയന്റെ വാൻ തകർത്ത അക്രമികൾ പോലീസുകാരനെ വസ്ത്രം വലിച്ചുകീറി മർദ്ദിച്ചു. നിരവധി പോലീസ് വാഹനങ്ങളും തകർത്തിട്ടുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 10 ലീഗ് പ്രവർത്തകരാണ് പോലീസ് പിടിയിലായിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 70ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പലരും ഒളിവിലാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി. പ്രദേശത്ത് കൂടുതൽ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
ഹൈവേ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 മാസമായി കേന്ദ്രം അലംഭാവം കാട്ടുന്നതായി പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ. ഇതുമൂലം ടെൻഡർ നടപടികൾ വൈകിപ്പിച്ചതാണ് പണി പൂർത്തീകരിക്കാൻ കാലതാമസമുണ്ടായതെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാത വികസനത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് സ്ഥലമേറ്റെടുത്ത് വികസനവുമായി മുൻപോട്ടു പോകുമ്പോൾ പൊതുസ്ഥലം കയ്യേറി വികസനം തടസ്സപ്പെടുത്തുന്നവരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. അമ്പലപ്പുഴയിൽ ദേശീയപാത ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയായ ദേശീയപാതയിൽ അനുവാദമില്ലാതെ ലൈസൻസ് ഇല്ലാതെ അവിടെ കയറി കുറേ കാലം എന്തെങ്കിലും കച്ചവടം നടത്തി. അതൊക്കെ സാധാരണക്കാരാണ്, പാവങ്ങളാണ്, നമുക്ക് തർക്കമില്ല. പക്ഷെ അവരുടെ വകയെ അത് ചിലർ ബാധിക്കുകയാണ്. അവിടുന്ന് മാറത്തില്ലെന്ന് അവിടെ എന്താ സ്ഥിതി? പിന്നെ ഞങ്ങൾ 4 വരിയാക്കും. ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കുറ്റകൃത്യമാണ്. തടവ് ശിക്ഷ കിട്ടുന്നത് കുറ്റം ചെയ്ത് കൊണ്ട് ഞങ്ങളത് തടവിലാക്കാനൊന്നും പോകുന്നില്ല. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ ദേശീയപാത നിർമ്മാണം ആരംഭിച്ചത്. ഇതിൽ അമർഷം പൂണ്ട ഒരു വിഭാഗം കരാറുകാർ തനിക്കെതിരെ ഭീഷണിക്കത്തയച്ചതായും മന്ത്രി പറഞ്ഞു. ഒരു സംഘടന, പേരൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ ഒരു പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്, അയാൾ പറയുകയാണ് സോഷ്യൽ ഓഡിറ്റുമായി മുന്നേറിയാൽ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമെന്ന് ഉറപ്പ് വേണ്ട. ഒരു മന്ത്രി കരുതുകയാണ്. ഒരു ചെറുകിട കോൺട്രാക്ടർമാരാ. അവിടെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കും. കഷ്ടപ്പാടെന്ന് ഞങ്ങളോട് ആരും പറയണ്ട. ഞങ്ങളാരും മന്ത്രിയാവാനും ജനിച്ചവരല്ല. മന്ത്രിസ്ഥാനം ഞങ്ങൾക്ക് അവകാശമില്ലാത്തതെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കോടനാട് കേസിലെ 2ാം പ്രതി സയന്റെ ഭാര്യയുടെയും മകളുടെയും പോസ്റ്റ്മോർട്ടം തൃശൂർ മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാലക്കാട് കണ്ണാടിയിൽ നടന്ന വാഹനാപകടത്തെ തുടർന്ന് മരിച്ച സയന്റെ ഭാര്യ വിനുപ്രിയയുടെയും മകൾ നീതുവിന്റെയും കഴുത്തിൽ കണ്ട മുറിവാണ് സംശയം ഉണർത്തിയത്. അപകടത്തിന് മുമ്പ് ഇവർ കൊല്ലപ്പെട്ടിരുന്നോ എന്നായിരുന്നു പോലീസിന്റെ സംശയം. എന്നാൽ മുറിവുകൾ ഇടിയുടെ ആഘാതത്തിൽ ചില്ലുതുളച്ചു കയറി ഉണ്ടായതാകാം എന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ. മുറിവിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ നിഗമനം. തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇരുവരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 2 ദിവസത്തിനകം പോലീസിന് ലഭിക്കും. അതേസമയം കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സയന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർ ടി സുന്ദരരാജൻ അറിയിച്ചു. அவங்களுக்கு இப்போ ட்ரீட்மெண்ட் ஆயிட்டு இருக்குங்க. க்ளோஸா மானிட்டர் பண்ணிட்டு இருக்கோம். பேஷண்ட் ஸ்டேபிள். 1ാം പ്രതി കനകരാജ് മരിച്ചതിലും പാലക്കാട് അപകടത്തിലും ദുരൂഹതയില്ലെന്ന് തമിഴ്നാട് പോലീസും വ്യക്തമാക്കിയിരുന്നു. സയന്റെ ആരോഗ്യനില തൃപ്തികരമാകുന്നതിനനുസരിച്ച് മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ യുവചിത്രകാരൻ അർജുൻ കെ ദാസിന്റെ ഓർമ്മകൾക്ക് പ്രണാമമർപ്പിച്ച് ചിത്രപ്രദർശനം. അർജുൻ വരച്ച 100-ലധികം ചിത്രങ്ങളുടെ പ്രദർശനം കോഴിക്കോട് ആർട്സ് ഗ്യാലറിയിൽ ആരംഭിച്ചു. കുട്ടിക്കാലം മുതൽ വരകളുടെ ലോകത്തായിരുന്നു അർജുൻ ദാസ്. ചെറുപ്രായത്തിൽ തന്നെ വ്യത്യസ്തമായ 100 കണക്കിന് ചിത്രങ്ങൾ അർജുൻ വരച്ചിട്ടു. വരകളുടെ പുതിയ ലോകം തേടിയുള്ള യാത്രക്കിടെ 2 വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ സിക്കിമിലെ തീസ്ത നദിയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ആ യുവപ്രതിഭയുടെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവച്ചാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ ചിത്രങ്ങളിലൂടെയാണ് ഞാൻ അവനെ കാണുന്നത്. ഈ ലോകത്തിലേക്ക് ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മകൻ മരിച്ചിട്ടില്ല, ഒരു കലാകാരന് മരണമില്ല എന്നുള്ള സന്ദേശം എത്തിക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. ചിത്രങ്ങളിലൂടെ അർജുന്റെ ഓർമ്മകൾ എക്കാലവും നിലനിൽക്കുമെന്നും അർജുനെ അറിയാത്തവർക്ക് ചിത്രങ്ങളിലൂടെ അവനെ അടുത്തറിയാനാകുമെന്നും പ്രദർശനം ഉദ്ഘാടനം ചെയ്ത സംവിധായകൻ ഹരികുമാർ പറഞ്ഞു. ഈ രചനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അർജുനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവർ, അർജുനെ ഒരിക്കലും അടുത്തറിഞ്ഞിട്ടില്ലാത്തവർ ഒരു മഹാ ജീനിയസിനെ തീർച്ചയായിട്ടും ഈ രചനകളിലൂടെ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ കണ്ടെത്തുകയാണ്. പ്രദർശനത്തിന്റെ ഭാഗമായി മെയ് 2-ന് ചിത്രരചനാ മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് തിരിച്ചടിയായി കോടിമത കൊടൂരാറ്റിൽ പോളശല്യം രൂക്ഷം. ജില്ലയിലെ അഡ്വഞ്ചർ വാട്ടർ ടൂറിസത്തിനെത്തുന്നവർ നിരാശരായി മടങ്ങുന്നു. കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും കോടിമത കൊടൂരാറ്റിലുമാണ് പോളശല്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബോട്ട് സർവീസിനെ ബാധിക്കുന്ന പോളശല്യം ടൂറിസം മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ്. വേനലവധിക്ക് കായൽ സൗന്ദര്യം നുകരാനെത്തുന്നവർക്ക് പോള നിറഞ്ഞതോടെ കായൽ യാത്ര ദുഷ്കരമായി.
ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാട്ടർ ടൂറിസത്തിനായി വാങ്ങിയ പെഡൽ ബോട്ടുകൾ ഉപയോഗശൂന്യമായി. ജില്ലയുടെ ടൂറിസം വികസനത്തിന് പുതിയ കാൽവയ്പായി തുടങ്ങിയ അഡ്വഞ്ചർ ടൂറിസത്തിന് കോടിമതയിലെത്തുന്നവർ നിരാശരായി മടങ്ങുകയാണ്. വളരെ പ്രതീക്ഷകളോടെയാണ് കോട്ടയം വാട്ടർ പാർക്കിന് തുടക്കം കുറിച്ചത്. എന്നാൽ ഈ പോള കാരണം വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന് എത്രയും വേഗം അടിയന്തരമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. പോള നീക്കം ചെയ്യുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കോട്ടയം നഗരസഭയടക്കമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ പിൻവലിയുകയാണ്. ഉപ്പുവെള്ളം കയറി പോള ചെയ്യുന്നതിനാൽ കുളിക്കാനും മറ്റും കൊടൂരാറ്റിനെ ആശ്രയിക്കുന്ന ജനങ്ങളും ദുരിതത്തിലാണ്. ടി പി പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. തമിഴ്നാട് നീലഗിരിയിൽ കൊടും വരൾച്ചയിൽ കാട്ടാനകൾ ചെരിയുന്നത് തുടരുന്നു. ഇവിടെ 4 മാസത്തിനിടെ 20ഓളം കാട്ടാനകൾ ചെരിഞ്ഞതായാണ് കണക്കുകൾ. കുടിവെള്ളവും തീറ്റയുമില്ലാതെ അലഞ്ഞും രോഗങ്ങൾ ബാധിച്ചുമാണ് കാട്ടാനകൾ ചെരിയുന്നത്. കുടിവെള്ളം തേടിയെത്തി ചതുപ്പുകളിൽ കുടുങ്ങിയും ആനകൾ ചെരിയുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ മെലിഞ്ഞുണങ്ങി കാട്ടാനകൾ റോഡരികുകളിൽ മേയുന്നത് ഇവിടങ്ങളിൽ ദയനീയ കാഴ്ചയാവുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഗൂഡല്ലൂർ, പന്തല്ലൂർ താലൂക്കുകളിൽ 4 കാട്ടാനകളാണ് ചെരിഞ്ഞത്. അയ്യങ്കൊല്ലി, കാർക്കുടി, സീഗൂർ, കക്കനഹള വനങ്ങളിലായിരുന്നു കാട്ടാനകളുടെ മരണം. പിടിയാനകളാണ് ഇവയിൽ മിക്കവയും. കർണാടകയിലെ ബന്ദിപ്പൂർ, നാഗർഹോള, തമിഴ്നാട്ടിലെ മുതുമല എന്നിവിടങ്ങൾ കടുത്ത വരൾച്ചയാണ് നേരിടുന്നത്. കാടുകൾക്കുള്ളിലെ ചെറുതും വലുതുമായ നീരുറവുകളും തോടുകളും മറ്റും വറ്റി വരണ്ടിരിക്കുകയാണ്. വയനാട് വന്യജീവി സങ്കേത പരിധിയിൽ ഇടയ്ക്കിടെ വേനൽ മഴ ലഭിക്കുന്നുണ്ട്. എന്നാൽ ബന്ദിപ്പൂരിലും മുതുമലയിലും മറ്റും കാര്യമായ മഴ ലഭിച്ചിട്ടേയില്ല. ഈ സ്ഥിതി തുടർന്നാൽ വന്യമൃഗങ്ങളുടെ ശവപ്പറമ്പായി നീലഗിരിയിലെ വനമേഖലകൾ മാറും. ന്യൂസ് ബ്യൂറോ, വയനാട്.